ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ റെയിൽവേയുടെ ആദ്യത്തെ ക്ലാസ് നമ്മളിവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ALP, RPF അതുപോലെ NTPC ടെക്നിക്കൽ പോലെയുള്ള പരീക്ഷകൾക്ക് മുന്നേ ആവർത്തിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ഓക്കെ, ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സിറ്റീസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഹാരപ്പയെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ALPക്ക് ചോദിച്ചിട്ടുണ്ട്, RPFന് ചോദിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുണ്ട്, NTPCക്ക് ചോദിച്ചിട്ടുണ്ട്, ടെക്നിക്കലിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പരീക്ഷയ്ക്ക് ഹാരപ്പയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഹാരപ്പ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ സഹിവാൾ എന്ന് പറയുന്ന ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ സഹിവാൾ എന്ന് പറയുന്ന ജില്ലയിലാണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഹാരപ്പയ്ക്ക് സമീപത്ത് കൂടി ഒഴുകുന്ന നദി ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് 2019 പരീക്ഷയ്ക്കാണ് ചോദിച്ചത്. ഓക്കെ, 2019 കൊറോണയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന പരീക്ഷയ്ക്കാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഹാരപ്പയ്ക്ക് സമീപത്തു കൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് രവി നദി. അപ്പോൾ രവി നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെടുന്ന പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയുപിയ എന്ന് പറയുന്ന പ്രദേശമാണ്. അതായത് ഈ ഹാരപ്പയുടെ മറ്റൊരു പേരാണ് ഹരിരുപിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന പ്രദേശമാണ് ഹരിയുപിയ എന്ന് പറയുന്ന പ്രദേശം. അത് ഏത് തന്നെയാണ്, ഈ പറഞ്ഞ ഹാരപ്പൻ പ്രദേശം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹാരപ്പൻ ജനതയുടെ ഭക്ഷണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭക്ഷണക്രമങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവർ കഴിച്ചിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരം ഗോതമ്പും ബാർലിയുമാണ്. ഓക്കെ, ഗോതമ്പും ബാർലിയുമാണ്. അപ്പോൾ ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുത്തരം പറയണം? ഒന്ന് ഗോതമ്പ്, മറ്റൊന്ന് ബാർലി ആണെന്ന് പറയണം. ഓക്കെ, പിന്നെ അതുപോലെ ചെമ്പ് കൊണ്ടുള്ള നിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള പ്രദേശമാണ് ഏത് പ്രദേശം? ഈ പറയുന്ന ഹാരപ്പൻ പ്രദേശം. ഓക്കെ, നിങ്ങൾക്കറിയാം, പണ്ട് ബ്രൗൺസ് കാലഘട്ടം എന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ പറയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചെമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ, ചെമ്പ് കൊണ്ടുള്ള ആഭരണങ്ങൾ, ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ എല്ലാം വളരെ നന്നായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമായിരുന്നു ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലഘട്ടം. ഓക്കെ, അപ്പോൾ ചെമ്പ് കൊണ്ടുള്ള നിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള പ്രദേശമാണ് ഏത് പ്രദേശം എന്ന് പറയുന്നത്? ഈ പറയുന്ന ഹാരപ്പൻ പ്രദേശം. മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്ന പ്രദേശം, അതായത് ഇന്നത്തെ ക്രിസ്ത്യൻ ആചാരപ്രകാരം നമ്മൾ ഒരു ശവപ്പെട്ടിയിലല്ലേ അല്ലെങ്കിൽ ഒരു കല്ലറയിലല്ലേ എന്ത് ചെയ്യുന്നത്, നമ്മൾ സംസ്കാരങ്ങളെല്ലാം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെയുള്ള സംസ്കാരങ്ങൾ ഈ ഹാരപ്പൻ ജനതയുടെ ആ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. മൃതദേഹങ്ങൾ, മരിക്കുന്നവരെ ഒരു പെട്ടിയിലാക്കിയാണ് എന്ത് ചെയ്യുന്നത്, സംസ്കരിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൃതദേഹങ്ങൾ പെട്ടിയിലടക്കം ചെയ്തിരുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിന്ധു നദീതട കാലഘട്ടത്തിൽ. അപ്പോൾ നിങ്ങൾ എന്തെന്ന് പറയണം? അത് ഹാരപ്പൻ കാലഘട്ടമാണെന്ന് പറയണം. അതുപോലെയാണ് ഹാരപ്പൻ മുദ്രകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകൾ. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ഇത് ഒരു റെയർ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു അന്ന് വന്നിരുന്നത്. ഓക്കെ, ഹാരപ്പൻ മുദ്രകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകളുടെ പേരാണ് സ്റ്റിയറൈറ്റ് എന്ന് പറയും. സ്റ്റിയറൈറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റിയറൈറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പൻ മുദ്രകൾ, ഇപ്പോൾ പലതരത്തിലുള്ള മുദ്രകളുണ്ടല്ലോ, ഇപ്പോൾ ചിലപ്പോൾ അച്ച് പോലുള്ള സംഭവങ്ങൾ, അതൊക്കെ നിർമ്മിച്ചിരുന്ന കല്ലുകളാണ് എന്തെന്ന് പറയുന്ന ആ കല്ലുകളെ പേരാണ് സ്റ്റിയറൈറ്റ്. ഓക്കെ, സ്റ്റിയറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ കേട്ടോ, ഓക്കെ അല്ലേ? ശരി, ഇനി ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്ന എഴുത്ത് വിദ്യയെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ബോസ്ട്രോഫിഡൻ എന്ന് പറയും. ബോസ്ട്രോഫിഡൻ
എഴുത്ത് വിദ്യ എന്ന് പറയും. ഓക്കെ, അതൊരു ലിപിയാണ്. ഓക്കെ, ഒരു ലിപിയാണ്. ഹാരപ്പൻ ഉപയോഗിച്ചിരുന്ന എഴുത്ത് വിദ്യയാണ് ഏതെന്ന് പറയുന്നത് ബോസ് ട്രോഫിഡൻ എന്ന് പറയുന്ന എഴുത്ത് വിദ്യ. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹാരപ്പയിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ എന്തൊക്കെ. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. പറഞ്ഞുതരാം. പത്തായപ്പുര, മെയിൽ മൂടിയ ചെമ്പ് രഥം, അതുപോലെ തന്നെ നഗരാവശിഷ്ടങ്ങൾ, വൻ കെട്ടിടങ്ങൾ, അഴുക്ക് ചാലുകൾ, ഹെച്ച് മാതൃകയിലുള്ള സെമിത്തേരികൾ, കല്ലിൽ തീർത്ത സ്ത്രീലിംഗ അല്ലെങ്കിൽ സ്ത്രീലിംഗ മാതൃക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഹെച്ച് മാതൃകയിലുള്ള സെമിത്തേരികൾ ഏത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു, അല്ലെങ്കിൽ ഏത് വംശത്തിൻ്റെ, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കാലഘട്ടത്തിലുള്ളതാണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഈ ചെമ്പിൽ ഈ പറയുന്ന ചെമ്പ് രഥമുണ്ടല്ലോ, ചെമ്പ് രഥം, നഗരാവശിഷ്ടങ്ങൾ, വൻ കെട്ടിടങ്ങൾ, അഴുക്ക് ചാലുകൾ, ഹെച്ച് മാതൃകയിലുള്ള സെമിത്തേരികൾ, കല്ലിൽ തീർത്ത സ്ത്രീലിംഗ മാതൃക. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇത്രയാണ് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മോഹൻജദാരോയെ കുറിച്ചിട്ടാണ്. ഓക്കെ, മോഹൻജദാരോയെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മോഹൻജദാരോ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് നമ്മൾ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ മോഹൻജദാരോ എന്ന് പറയുന്നത്. മോഹൻജദാരോ എന്ന് പറയുന്ന വാക്കിനർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചവരുടെ കുന്ന്. ഓക്കെ, മരിച്ചവരുടെ കുന്ന് എന്ന അർത്ഥം വരുന്ന ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ ഒരു വേർഡാണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ട സിറ്റീസ് ആണ്, നമ്മൾ പറയുന്നത് എല്ലാം സിറ്റീസ് ആണ്. ഓക്കെ, സിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി മോഹൻജദാരോ കണ്ടെത്തിയത് RD ബാനർജി ആയിരുന്നു. 1922 പുള്ളിക്കാരൻ ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, 1922 RD ബാനർജി എന്ത് ചെയ്തത്? ഈ പറയുന്ന മോഹൻജദാരോയെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത്. ഏറ്റവും വിസ്തൃതി കൂടിയ അല്ലെങ്കിൽ വിസ്തീർണം കൂടിയ സംസ്കാര കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് മോഹൻജദാരോ. ഓക്കെടാ, ഏറ്റവും വിസ്തീർണം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു സംസ്കാര കേന്ദ്രമായിരുന്നു മോഹൻജദാരോ എന്ന് പറയുന്നത്. ഇനി മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് സിന്ധ് പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിലായിരുന്നു. ഓക്കെ, സിന്ധ് പ്രവിശ്യ, സിന്ധു അല്ല, സിന്ധ്. ഓക്കെ, സിന്ധ് പ്രവിശ്യയിലെ ലർക്കാന എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ പറയുന്ന മോഹൻജദാരോ വ്യാപിച്ച് കിടന്നിരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് മോഹൻജദാരോ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലർക്കാന ജില്ലയിലാണ് മോഹൻജദാരോ എന്ന് പറയണം. ഇനി രണ്ടാമതായിട്ട് കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് മോഹൻജദാരോ. ഓക്കെ, നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് മോഹൻജദാരോ എന്ന് പറയുന്നത്. ഇനി വെള്ളപ്പൊക്കത്താൽ നശിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന പ്രദേശമാണ് മോഹൻജദാരോ. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ ഈ +1 +2 ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് ഈ മോഹൻജദാരോയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? വെള്ളപ്പൊക്കത്താൽ നശിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന പ്രദേശമാണ് മോഹൻജദാരോ. ഓക്കെ, ഇനി മോഹൻജദാരോയിലെ പ്രശസ്തമായിട്ടുള്ള നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത്. ഓക്കെ, ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത്. ഓക്കെ, നമുക്ക് വലിയ കുളിമുറി എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഓക്കെ, അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു മഹാസ്നാനഘട്ടം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വലിയ ഒരു കുളം പോലത്തെ ഉള്ളൊരു സംഭവം, അതിൽ അവർക്ക് ഡ്രസ്സ് മാറാനുള്ള മുറികൾ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് അതിനകത്ത് ഇറങ്ങാനും കയറി പോകാനും വേണ്ടിയിട്ടുള്ള പടിക്കെട്ടുകൾ, അങ്ങനെ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയാം. ഓക്കെ, ലോകത്തിൽ ആദ്യമായിട്ട് ഡ്രെയിനേജ് സംവിധാനം ആവിഷ്കരിച്ച നഗരം. ഇപ്പോൾ അഴുക്ക് ചാലുണ്ടല്ലോ, ഇപ്പോൾ നമുക്കിപ്പോൾ സിറ്റി പ്രദേശങ്ങളിലാണെങ്കിൽ അഴുക്ക് ചാലുകൾ ഓടിപ്പോകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരിക്കും.
അല്ലേ? അപ്പോൾ അതുപോലെ പണ്ട് കാലഘട്ടങ്ങളിൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന മോഹൻജദാരോ. ഓക്കെ, ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ടുവന്നത് ഈ പറയുന്ന മോഹൻജദാരോ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇനി മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ ഏതൊക്കെ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളാണ്: ഒന്ന്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ. ഓക്കെ, ഒരു പ്രതിമയാണ്, ഒരു കുട്ടി നൃത്തം ചെയ്യുന്നു. ഓക്കെ, നൃത്തം ചെയ്യുന്ന മോഡലിലുള്ള പ്രതിമ. ഓക്കെ, അതൊരു ചെമ്പ് പ്രതിമയാണ്, വെങ്കല പ്രതിമയാണ്. പിന്നെ അതുപോലെ കുളിക്കടവിന്റെ അവശിഷ്ടം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ മാതൃകകൾ പലതരം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചിട്ട് തെളിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പശുപതി മഹാദേവന്റെ മുദ്ര. ഓക്കെ, പശുപതി മഹാദേവന്റെ മുദ്രയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആടിന്റെ പ്രതിമ, എരുമയുടെ പ്രതിമ, ഇതൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ആടിന്റെ പ്രതിമ, എരുമയുടെ പ്രതിമയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട വസ്തുക്കളാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ലോത്തലാണ്. അപ്പോൾ ലോത്തൽ എന്ന് പറയുന്നതും അത് ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് ലോത്തൽ എന്ന് പറയുന്നത്. ഈ ലോത്തൽ സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്, അതായത് ഇപ്പോഴത്തെ ഗുജറാത്തിൽ. ഓക്കെ, ഗുജറാത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഈ ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി ലോത്തല് ഉദ്ഘാടന പ്രവർത്തനങ്ങൾ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RS റാവു എന്ന് പറയുന്ന വ്യക്തിയാണ്. അതായത് അവിടെ കുഴിച്ചു നോക്കിയാലല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കുഴിച്ചു നോക്കിയ സമയത്താണ് ലോത്തലിന്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്. ഓക്കെ, കുഴിച്ചു നോക്കുന്ന സമയത്താണ് എന്ത് കിട്ടുന്നത്? ലോത്തലിന്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്. ഓക്കെ, ഇനി മരിച്ചവരുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്നു. മരിച്ചവരുടെ വാസസ്ഥലം എന്നതാണ് ഈ പറയുന്ന ലോത്തലിന്റെ മീനിങ്. ഓക്കെ, ലോത്തലിന്റെ മീനിങ് എന്താണ്? മരിച്ചവരുടെ വാസസ്ഥലം. ഇനി പുരുഷനെയും സ്ത്രീയെയും ഒന്നിച്ചടക്കിയതിന്റെ തെളിവുകൾ കണ്ടെത്തിയ സ്ഥലം. ഓക്കെ, എടാ പണ്ട് മരിക്കുമ്പോൾ പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവര് ഈ പറയുന്ന RS റാവു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന ഗുജറാത്തിൽ ലോത്തലിൽ ചെന്നിട്ട് അഹമ്മദാബാദിൽ ചെന്നിട്ട് കുഴിച്ചപ്പോൾ നോക്കിയപ്പോൾ ലോത്തൽ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അവശിഷ്ടമാണ് കിട്ടിയത്. ആ പ്രദേശത്ത് നിന്ന് അയാൾ കൂടുതൽ കുഴിച്ച് നോക്കിയപ്പോൾ അയാൾക്ക് കിട്ടിയതാണ് ഒരു പുരുഷനെയും സ്ത്രീയെയും ഒന്നിച്ചടക്കിയതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും, പണ്ട് കാലത്ത് സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് അടക്കിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പശ്ചിമേഷ്യൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട സിന്ധു നദീതട കേന്ദ്രമാണ് ലോത്തൽ. ഓക്കെ, പശ്ചിമേഷ്യൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രദേശമായിരുന്നു ഏതെന്ന് പറയുന്നത്? ലോത്തൽ എന്ന് പറയുന്നത്. മുത്തുകൾ നിർമ്മിക്കുന്ന വ്യവസായശാലകൾ കണ്ടെത്തിയ പ്രദേശം. മുത്തുകളുണ്ടല്ലോ, മാലയുടെ മുത്ത്, അങ്ങനെ പോലുള്ള മുത്തുകൾ കണ്ടെത്തിയ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ലോത്തൽ എന്ന് പറയുന്നത്. ഇനി ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിരുന്നു ലോത്തൽ. ഓക്കെ, ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിരുന്നു ലോത്തൽ. പിന്നെ അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ തുറമുഖമായിരുന്നു ലോത്തൽ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്യാപാരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരമാർഗം മാത്രമല്ല, കടൽ മാർഗവും ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ തുറമുഖം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെന്ന് പറയണം? ലോത്തൽ എന്ന് പറയണം. ഓക്കെ, ലോത്തൽ എന്ന് പറയണം. ഇനി ലോത്തൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബർമതി നദിക്കും അതിൻ്റെ പോഷക നദിയായ ഭൊഗോവോ എന്ന് പറയുന്നത് ഈ സബർമതി നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മധ്യയാണ് ഈ പറയുന്ന ലോത്തൽ എന്ന് പറയുന്ന സ്ഥലം കാണപ്പെടുന്നത്. അപ്പോൾ ഈ തുറമുഖം സ്ഥിതി ചെയ്തിരുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സബർമതി നദിയാണ്. ഓക്കെ, അപ്പോൾ സബർമതി നദിയും അതിൻ്റെ പോഷക നദിയുടെയും മധ്യേക്കാണ് എന്ത് ചെയ്തിരുന്നത്? ഈ പറയുന്ന ലോത്തൽ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടായിരുന്നത്.
ഓക്കെ അല്ലേടെ, മനസ്സിലായോ? ഇനി അടുത്ത സിറ്റിയാണ് ധോളവീര എന്ന് പറയുന്നത്. വളരെ 2-3 പോയിന്റ് മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നും കണ്ടെത്തിയ ഏകീകൃത ജലസേചന സൗകര്യമുണ്ടായിരുന്ന പ്രദേശമാണ് ധോളവീര. ഓക്കെ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്, നിങ്ങൾക്കറിയാം റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഒരു ചതുപ്പ് പ്രദേശമാണ്. ഓക്കെ, ഒരു ചതുപ്പ് പ്രദേശമാണ് റാൻ ഓഫ് കച്ച് ഗുജറാത്തിലെ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ, അപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നും കണ്ടെത്തിയ ഏകീകൃത ജലസേചന സൗകര്യമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ധോളവീര എന്ന് പറയുന്നത്. ഓക്കെ, ഈ ധോളവീര അപ്പോൾ പ്രധാനമായിട്ടും സ്ഥിതി ചെയ്തിരുന്നത് എവിടെ തന്നെയാണ്? റാൻ ഓഫ് കച്ചിലാണ്. റാൻ ഓഫ് കച്ച് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ഗുജറാത്തിലാണ് റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അവസാനമായിട്ട് കണ്ടെത്തിയ പ്രദേശമാണ് ധോളവീര. ഓക്കെ, അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും അവസാനമായിട്ട് കണ്ടെത്തിയ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഈ ധോളവീര എന്ന് പറയുന്ന പ്രദേശം. ഇനി നമ്മൾ പറയുന്നത് കാലിബംഗൻ. കാലിബംഗൻ എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, കറുത്ത വള. ഓക്കെ, കാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ്, ബംഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള. ഓക്കെ, ഹിന്ദി നെയിമാണ് കാലിബംഗൻ. ഓക്കെ, ഇതാ ഇവിടെ തന്നെയുണ്ട് കറുത്ത വളകൾ. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ. ഓക്കെ, ഇവിടെ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഗ്നികുണ്ഡത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം. പണ്ട് ഹോമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഓക്കെ, ഹോമങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ നമുക്കറിയാം അഗ്നികുണ്ഡം ഇങ്ങനെ ഒരു ചതുര സാധനമായിട്ട് ഇതിനകത്ത് കുറെ വിറകും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തീ കത്തിക്കും. പിന്നെ ഇവിടെ 2-3 സ്റ്റെപ്പ് കാണും. ഇവിടെ സന്യാസിമാരിയൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, നമ്മൾ പഴയ TV സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഹോമം ചെയ്ത് ഓരോരുത്തരെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലത്തുള്ള ഹോമകുണ്ഡങ്ങൾ അല്ലെങ്കിൽ അഗ്നികുണ്ഡങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കണ്ടെത്തിയ പ്രദേശമാണ് കാലിബംഗൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാലിബംഗൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഖഗ്ഗർ എന്ന് പറയും. ഖഗ്ഗർ നദിയുടെ തീരത്താണ് കാലിബംഗൻ. ഓക്കെ, ഖഗ്ഗർ നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്? കാലിബംഗൻ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഹൈന്ദവ സംസ്കാരത്തിന്റെ 3ാം തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് കാലിബംഗൻ. ഓക്കെ, ഹൈന്ദവ സംസ്കാരത്തിന്റെ 3ാം തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കാലിബംഗൻ. എല്ലാ വീടുകളിലും ഒരു കിണർ എന്ന രീതി ഉണ്ടായിരുന്ന സംസ്കാരം. ഓക്കെ, അപ്പോൾ ഒരു വീട്ടിൽ ഒരു കിണർ മസ്റ്റാണ്. ഓക്കെ, ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അവിടെ ഒരു കിണർ ഉണ്ടായിരിക്കണം എന്ന് ആ ഒരു സമയത്ത് ഒരു നിയമം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യത്തില്ലടേ, ഇങ്ങനെ ഒരു പരിപാടി ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാ വീടുകളിലും ഒരു കിണർ എന്ന ഒരു രീതി അല്ലെങ്കിൽ എന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒട്ടകത്തിന്റെ ഫോസിലുകൾ കണ്ടെത്തി. അക്കാലത്ത് ഒട്ടകങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു എന്നതിനുള്ള ഒരു തെളിവാണ് ഒട്ടകങ്ങളെ അതിൻ്റെ ഫോസിലുകളെ കണ്ടെത്തിയത്. പിന്നെ അതുപോലെ ആഭരണങ്ങൾ, കുപ്പിവളകൾ, ഫാൻസി വസ്തുക്കൾ, ഉഴവുചാലുകൾ, ചെമ്പ് സാങ്കേതിക വിദ്യ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെമ്പ് കൊണ്ട് ഇവർ പലതരം ആയുധങ്ങൾ നിർമ്മിക്കുക, അങ്ങനെയുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുക, ഫാൻസി ഐറ്റങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെ പണ്ട് കാലത്തും ഉണ്ടായിരുന്നതിനുള്ള തെളിവാണ്. അപ്പോൾ ആഭരണങ്ങൾ, കുപ്പിവളകൾ, ഫാൻസി വസ്തുക്കൾ, ഉഴവുചാലുകൾ, ചെമ്പ് സാങ്കേതിക വിദ്യ ഇതൊക്കെ പണ്ട് കാലത്തും നിലനിന്നിരുന്നു, അല്ലെങ്കിൽ കാലിബംഗൻ എന്ന് പറയുന്ന സ്ഥലത്തും നിലനിന്നിരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് രൂപാർ. രൂപാർ എന്ന് പറയുന്നത് രൂപാർ എന്ന് പറയുന്നത് പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ രൂപാർ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. രൂപാർ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ തീരത്താണ് ഈ പറയുന്ന രൂപാർ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബിൽ തന്നെയാണ്. ഓക്കെ, ഖനനം നടത്തിയ വ്യക്തി, രൂപാറിൽ ചെന്ന് കുഴിച്ചു നോക്കിയ വ്യക്തിയാണ് YD ശർമ്മ. ഓക്കെ, എടാ ഇതൊക്കെ ഇവർ കുഴിച്ചു നോക്കുമ്പോൾ ഓരോ ഫോസിൽ പോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അത് വെച്ചിട്ട് അവർ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇത് ഇന്ന സംസ്കാരത്തിലുള്ളതാണ് എന്ന് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഖനനം നടത്തിയ വ്യക്തിയാണ് YD ശർമ്മ. കണ്ടെത്തിയ വസ്തുക്കൾ മനുഷ്യനോടൊപ്പം നായ്ക്കളെ അടക്കം ചെയ്തിരുന്നു എന്ന് തെളിവ് ലഭിച്ചു. ഓക്കെ, പണ്ട് കാലത്ത് ഈ പറയുന്ന രൂപാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ ചാകുമ്പോൾ അവൻ്റെ കൂടെയുള്ള നായയെയും അടക്കം ചെയ്തിരുന്നു എന്നതിനെ കുറിച്ച് തെളിവ് കിട്ടിയിരുന്ന പ്രദേശമാണ് രൂപാർ. പിന്നെ ചെമ്പിൽ തീർത്ത മഴു ലഭിച്ച പ്രദേശം. ഓക്കെ, ചെമ്പ് കൊണ്ടുള്ള മഴു ലഭിച്ച പ്രദേശമാണ് ഈ പറയുന്ന രൂപാർ. ഓക്കെ അല്ലേ, ഈ പറയുന്ന രൂപാർ. ഓക്കെ, അപ്പോൾ രൂപാറിൽ നിന്നും ചോദ്യങ്ങൾ ഇത്രേ വരാൻ സാധ്യതയുള്ളൂ, ഇത്രേ വന്നിട്ടും ഉള്ളൂ. ഇനി അടുത്ത ബെൻ വാലി എന്ന് പറയുന്ന പ്രദേശമാണ്. ബെൻ വാലി.
ഈ പറയുന്ന ബെൻവാലി എന്ന് പറയുന്ന ഇത് സ്ഥിതി ചെയ്യുന്ന ഹിസാർ എന്ന് പറയുന്നതാണ് രാജസ്ഥാനിലാണ് ഈ പറയുന്ന ഹിസാർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഖഗ്ഗർ സ്ഥിതി ചെയ്യുന്നത് നദീതീരമാണ് എന്ന് പറയുന്നത് ബെൻവാലി. ഓക്കെ, ഇവിടെ അപ്പോൾ ഖഗ്ഗർ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തെന്ന് പറയണം? ബെൻവാലി എന്ന് പറയണം. ഓക്കെ, കണ്ടെത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴക്കമുള്ള കുതിരയുടെ അവശിഷ്ടങ്ങൾ. അപ്പോൾ അവർ കുതിരയെ ഇണക്കി വളർത്തിയിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പഴക്കമുള്ള കുതിരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ അതുപോലെ ബെൻവാലിയിൽ കൃഷി ചെയ്തിരുന്ന പ്രധാന വിളകളാണ് നെല്ല്, കടുക്, ബാർലി. ഓക്കെ, ബെൻവാലി എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ നെല്ല്, കടുക്, ബാർലിയാണ് അവിടെ എന്ത് ചെയ്തിരുന്നത്? കൃഷി ചെയ്തിരുന്നത്. ഇനി അടുത്ത് അവിടെ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൺവിളക്കുകൾ, മാതൃദേവിയുടെ പ്രതിമ, മരക്കപ്പലുകൾ, കലപ്പകൾ, ജലസേചന തടാകങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവിടെ നിന്ന് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളാണ് മൺവിളക്കുകൾ, മാതൃദേവിയുടെ പ്രതിമ, മരക്കപ്പലുകൾ, കലപ്പകൾ, ജലസേചന തടാകങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് ചാൻഹുദാരോ എന്ന് പറയുന്ന പ്രദേശമാണ്. ചാൻഹുദാരോ ഏറ്റവും അവസാനത്തമായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ചാൻഹുദാരോ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. കണ്ടെത്തിയത് AC മജൂംദാർ. മജൂംദാർ എന്ന് പറയുന്ന വ്യക്തിയാണ് കണ്ടെത്തിയത്. ചെറിയ മഷിക്കുപ്പി കണ്ടെത്തിയ സ്ഥലമാണ് ചാൻഹുദാരോ. മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലവും ചാൻഹുദാരോവുമാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 3-4 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ചെറിയ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ ഹാരപ്പൻ സംസ്കാരം ഇത് കണ്ടെത്തിയത് AC മജൂംദാർ. പിന്നെ അതുപോലെ ചെറിയ മഷിക്കുപ്പി കണ്ടെത്തിയ പ്രദേശം, പിന്നെ അതുപോലെ മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള പ്രദേശം. അപ്പോൾ ഇത്രയും പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയും പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാം. ഇതിപ്പോൾ ഇന്ന പരീക്ഷയ്ക്ക് എന്നൊന്നുമില്ല. RRBയുടെ ഏത് പരീക്ഷയ്ക്കും ഈ ഒരു ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് ALP ആയിക്കോട്ടെ, RPF ആയിക്കോട്ടെ, ഗ്രൂപ്പ് D ആയിക്കോട്ടെ, ടെക്നിക്കൽ ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, എന്ത് കുന്തമോ ആയിക്കോട്ടെ, ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.